നമ്മുടെ നിയമസഭയിൽ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം സംസ്ഥാന സർക്കാർ തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടു. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാനാകില്ലെന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പൂർണ്ണമായി ആലപിക്കാത്തതിൽ ഗവർണർ അതൃപ്തി പരസ്യമാക്കിയപ്പോൾ സർക്കാർ നിലപാടിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്ന കാഴ്ചയും കണ്ടു. സർക്കാർ ജമാഅത്ത് ഇസ്ലാമിക്കും CPIM-നും വഴങ്ങിയെന്നാണ് BJP-യുടെ വാദം. യഥാർത്ഥത്തിൽ എന്താണ് വന്ദേമാതരത്തിലെ പ്രശ്നം? വന്ദേമാതരം മുഴുവനായി പാടിയാൽ എന്താണ് തെറ്റ്? പൊതുജനം പരിശോധിക്കും. വന്ദേമാതരത്തിന് മഹാത്മാഗാന്ധി നൽകിയ വിശേഷണം ത്യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഗാനമെന്നാണ്. 1870-കളിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ ഇന്ത്യക്കാർ എല്ലായിടത്തും സ്തുതിക്കണമെന്ന പ്രഖ്യാപിത നിലപാടുമായി കൊളോണിയൽ ഭരണകൂടം മുന്നോട്ട് വന്നു. സ്കൂളുകളിലും ഔദ്യോഗിക യോഗങ്ങളിലുമെല്ലാം ബ്രിട്ടീഷ് രാജവാഴ്ചയെ സ്തുതിക്കണമെന്നത് നിർബന്ധമാക്കി. ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ഈ ബ്രിട്ടീഷ് നിലപാടിനെതിരെ പ്രതിഷേധം പുകഞ്ഞു. ആ പ്രതിഷേധത്തിന്റെ സൃഷ്ടിയാണ് 1875 നവംബർ 7-ന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിൽ വിരിഞ്ഞ വന്ദേമാതരം. അതേറെ വൈകാതെ ഇന്ത്യൻ ദേശീയ വികാരത്തിന്റെ പ്രതീകമായി മാറി. 1896-ൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത ദേശീയ സമ്മേളനത്തിൽ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ തന്നെ വന്ദേമാതരം ആലപിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യശേഷം ഭരണഘടനാ അസംബ്ലി ജനഗണമനയെ ദേശീയ ഗാനമായും വന്ദേമാതരത്തെ ദേശീയ ഗീതമായും അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു ഗാനത്തിന് ഇപ്പോഴെന്താണ് കുഴപ്പമെന്നല്ലേ? കോൺഗ്രസ് സമ്മേളനത്തിൽ ടാഗോർ വന്ദേമാതരം ആലപിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ മാത്രമാണ് രചിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ബാക്കി ഭാഗങ്ങൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നോവലിലൂടെയാണ് പുറത്തുവരുന്നത്. ആ കൂട്ടിച്ചേർക്കപ്പെട്ട വർണ്ണനയിൽ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അസ്തിത്വത്തിനപ്പുറം അമ്മ ദൈവം എന്ന സങ്കല്പം കൂടി കടന്നുവരുന്നുണ്ട്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളെ നാടിന്റെ കാവലാളുകളായി കണക്കാക്കുന്ന വരികൾ പിന്നീട് ചേർത്ത ആ ഭാഗത്തിലുണ്ട്. ഹിന്ദു ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസത്തോടും ദൈവസങ്കല്പത്തോടും വന്ദേമാതരത്തിലെ കൂട്ടിച്ചേർക്കപ്പെട്ട വരികൾ യോജിക്കുന്നില്ല എന്ന വിമർശനം അക്കാലം മുതലേ ശക്തമായിരുന്നു. അതുകൊണ്ട് എല്ലാ മതസ്ഥർക്കും ഉൾക്കൊള്ളാനാകുന്ന ആദ്യ 2 പദ്യഭാഗങ്ങൾ ദേശീയ ഗീതമായി തെരഞ്ഞെടുക്കാമെന്നായിരുന്നു ടാഗോറിന്റെ നിർദ്ദേശം. ഗാന്ധിജിയും നെഹ്റുവും പട്ടേലുമെല്ലാം ഇതന്ന് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ 1948-ൽ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമാണ്. അതിനാൽ ഇപ്പോൾ വന്ദേമാതരത്തിന്റെ മുഴുവൻ വരികളും പാടണമെന്ന ആവശ്യമുയരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്ന് വ്യക്തമാണ്. വന്ദേമാതരം അതിന്റെ പൂർണ്ണരൂപത്തിൽ എല്ലാ മതവിഭാഗക്കാരും ആലപിക്കണമെന്ന ഈ നിർബന്ധം ഒരു ബഹുസ്വര സമൂഹത്തിൽ അംഗീകരിക്കാനാവുന്നതാണോ എന്ന ചോദ്യമാണ് മതേതര സമൂഹം ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.